എന്തോ അമ്മല്ലേ എന്നോട് എയർപോർട്ടിൽ വരണ്ട പറഞ്ഞ്. സാധിക്ക് എന്താ എനിക്ക് അൽക്കൂസക്ക് വഴി അറിയില്ലേ? എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. നീ എന്നോടെങ്കിലും ഒന്ന് പറയുമോ അമ്മലിയെ? ഒരു പ്രശ്നമില്ല, ഇതൊന്ന് മുണ്ടാ. നമ്മത് മേമാന്റെ വിവരപ്പ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു പോയത് കേട്ടപ്പോ വലിയ വിഷമായി. വീടും കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ആളെ സമ്മതമാണ്. എന്താ ചെയ്യാ? ഞാൻ എന്നാ വായിതേ ഓൻ്റെ ജീവിതമൊക്കെ നല്ല സന്തോഷം എന്ന് ഞാൻ വിചാരിച്ചു. നമ്മൾ വിചാരിക്കണ മാതിരിയല്ല ഓരോരോ ജീവിതങ്ങൾ. ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെടാ, ഞാനാണ്ട് വിളിക്കടാ. റൂമിൽ എത്തിയിട്ടുള്ളൂ, ഞാനാണ്ട് വിളിക്കാം. ഓക്കെ. എനിക്ക് സാദിക്ക് വിളിച്ചിരുന്നാ? മാനു, ആ സാദിക്ക് എനിക്ക് വിളിച്ചിരുന്ന് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞേക്കണം. മയമാര് നല്ല ചെക്കനെന്നല്ലടോ, എന്തേ പറ്റി സിദ്ദീഖ് ഓനക്ക്? മയമാലി മാത്രല്ലടാ മാനോ, അവന്റെ പെണ്ണുങ്ങളും നല്ല കുട്ടിയനെ. എന്തേ പറ്റി ഓൽക്കുന്ന അറിയില്ല. മാനു, നമ്മളതിൽ ഇടപെടണ്ട. ചിലപ്പോ എനിക്കത് ഇഷ്ടപ്പെടൂല സക്കീറ. അതാണ് എന്റെ അഭിപ്രായം. ആ ബാപ്പുട്ടിയാ, എന്താ നീ അർജന്റായിട്ട് വിളിക്കാൻ പറഞ്ഞേ? മകളവിടെ കൊണ്ടുവന്നാക്കിയാണ്ട് ഓനാണ് പോയിക്കണ്. ഓളാണെങ്കി ചോദിച്ചിട്ടൊന്നും പറയണമില്ല. പിന്നെ ഒന്ന് മകളും ഒന്ന് മരുവനുമാണ്. ഈ വിഷയത്തില് ഓലോട് ചോദിക്കണീന് എനിക്കൊരു പരിധിയൊക്കെ ഉണ്ട്. ഇജ്ജും സാധിക്കൊക്കെ ഉണ്ടല്ലോ അവിടെ. എന്താണ് പ്രശ്നം എന്ന് ജോനോടൊന്ന് ചോദിച്ചു. പിന്നെ ഇപ്പൊ മെയ്തീനെ എനിക്കിപ്പോ ഇതിലൊക്കെ ഇടങ്ങേറ് എന്റെ പേരക്കുട്ടികളാണ്. ആ പൊന്നു മക്കള് എന്ത് പേച്ചട. ആ അനുഭവിക്കാമല്ലോ, അനുഭവിക്കന്നെ, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഞങ്ങളൊന്ന് അവനോട് സംസാരിക്കട്ടെ, നീ വിഷമിക്കട്ടെ, സമാധാനായിരിക്കും. ഓരോ ഇടങ്ങേറും പോയി ഇങ്ങനത്തെ വിഷയത്തിൽ ചെറിയ കുട്ടികളെ ഇടങ്ങാറാക. മയമാലിയെ, ഈ ബാപ്പുട്ടിന്റെ മരുമോനാണ്, അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നത്. അമ്മലിയെ എന്താ പ്രശ്നം? പ്രശ്നം പറയൂ. സാധിക്ക് പരിഹാരമില്ലാത്ത പ്രശ്നം പറയട്ടെ, എന്താ കാര്യം? പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല മോമാലി. നമ്മളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. ഒന്ന് എൻ്റെ അമ്മ, ഒന്ന് എൻ്റെ കുട്ടികളമ്മ. ഇതിൽ ഏതാണ് വേണ്ടിട്ട് ഞാൻ ഒഴിവാക്കേണ്ടത്? സാധിക്ക്, ഞാൻ ഒരാൾക്ക് മകനാണെന്ന അവകാശം, ഒരാൾക്ക് ഭർത്താവാണെന്ന അവകാശം. ഞാൻ എന്താ ചെയ്യാം? നേരെയും പറയുമ്പോൾ വേണ്ടിട്ട് ഇത് ഓരിച്ചു കൊടുക്കായിരുന്നു. ഇപ്പം അത് നടക്കൂലല്ലോ. ഞാൻ ഒരു മനുഷ്യനായി പോയില്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ നാട്ടിലെക്കാൻ അത്യാവശ്യം സെറ്റപ്പായില്ലെന്നൊക്കെ. എങ്ങനെ നാട്ടിലെക്കുക? ഒരു മനസ്സമാധാനം ഇല്ല. എൻ്റെ കുട്ടികളെ ആലോചിച്ചിട്ട് ഞാൻ നാട്ടിൽ പോണേ, ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് തന്നെ പോകില്ല. അറിയാം നിങ്ങൾക്ക് സാധിക്കുക, ഞാൻ ഒരുപാട് പരിശ്രമിച്ച് പരാജയപ്പെട്ടാണ്. പോലും ഒരുമിച്ച് മുന്നോട്ട് പോകില്ല. അതാണ് ഞാൻ അങ്ങോട്ട് നേരത്തെ പറഞ്ഞത്, ചില പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഇല്ല എന്നുള്ളത്.